ഇവിടെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഈ മഞ്ഞളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അതിൽ നമുക്ക് കല്ലുപ്പ് നിരത്തി വെക്കാവുന്നതാണ്. ഇതുപോലെ കല്ലുപ്പ് നിരത്തി വെച്ചതിനു ശേഷം 2 മഞ്ഞൾ കഷ്ണമാണ് നമുക്ക് ആവശ്യം. മഞ്ഞൾ കഷ്ണം എന്ന് പറയുമ്പോൾ പലർക്കും പല വിധത്തിലുള്ള സംശയമുണ്ടാകും. വിരളി മഞ്ഞൾ എന്ന് പറയും, അതല്ലെങ്കിൽ ഉരുണ്ട മഞ്ഞൾ എന്ന് പറയും. വിരളി മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ നീണ്ട മഞ്ഞൾ കഷ്ണത്തെയാണ് വിരളി മഞ്ഞൾ എന്ന് പറയുന്നത്. ഉരുണ്ട മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കടകളിലെല്ലാം ലഭിക്കുന്നത് പോലെ ഉണ്ടാകും. നമുക്ക് ഏത് കിട്ടിയാലും എടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ വിരളി മഞ്ഞളാണ് കിട്ടിയിരിക്കുന്നത്. അതിനാൽ ഞാൻ വിരളി മഞ്ഞൾ എടുത്തു. അതിനോടൊപ്പം 1 രൂപ നാണയം കൂടി എടുത്ത് ആ കല്ലുപ്പിന് നടുവിൽ പ്രസ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് പുഷ്പങ്ങൾ കൊണ്ട് ഈ കല്ലുപ്പ് അലങ്കാരം ചെയ്ത് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ട് വെക്കാവുന്നതാണ്. നമ്മുടെ പൂജാമുറിയിൽ വെക്കുമ്പോൾ നമ്മൾ നിത്യവും ദീപം തെളിയിച്ച് ദീപധൂപ ആരാധനകൾ കാണിക്കുമ്പോൾ നമ്മുടെ കുലദൈവമായി നമ്മൾ മനസ്സിൽ വിചാരിച്ച ഈ കല്ലുപ്പും മഞ്ഞളും